ഞാനിന്ന് ഇവിടെ പറയുന്നത് രക്ഷിതാക്കൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കുട്ടികൾക്ക് സ്കൂളിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ആദ്യം കുറ്റപ്പെടുത്തുക ടീച്ചേഴ്സിനായിരിക്കും. ആ ടീച്ചേഴ്സിനെ പരമാവധി മോശക്കാരായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സംസാരിക്കും. അപ്പോൾ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ പറയുക, നിങ്ങൾ ടീച്ചർമാരെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അധ്യാപകരെ കുറ്റം പറഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് പറയേണ്ട കാര്യത്തിന് പറയണം. പക്ഷേ ഈ കുട്ടിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ പറയുമ്പോൾ പിന്നീട് ഈ അധ്യാപകനാണ് ഈ കുട്ടിയെ വീണ്ടും പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ കുട്ടിയായിട്ട് ഇടപഴകാനുള്ളത് എന്നുള്ളതൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇങ്ങനെ ഇടപഴകുമ്പോൾ എന്താ പ്രശ്നം, ഈ കുട്ടിക്ക് ഈ അധ്യാപകനൊരു വില ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യത്തോട് ഈ കുട്ടിക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി ഈ കുട്ടി കേട്ടത് രക്ഷിതാവിൽ നിന്ന് ഈ അധ്യാപകൻ മോശക്കാരനാണ് എന്നാണ്. ഈ സ്ക്രിപ്റ്റ് കുട്ടിയുടെ ഉള്ളിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടും, അല്ലെങ്കിൽ എടുത്തു വെക്കപ്പെടും. അതുകൊണ്ട് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ഇനി ഈ അധ്യാപകൻ എന്ത് സംസാരിച്ചാലും കയറിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ ഒരു പക്ഷേ പഠനത്തിലൊക്കെ ഒരുപാട് പിന്നോട്ട് പോകും. കാരണം ഈ അധ്യാപകനെ മാത്രമല്ല, പൊതുവെ അധ്യാപകരെ തന്നെ കുട്ടി ഇങ്ങനെ വിലയിരുത്തും. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം, നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ആ അധ്യാപകനോട് കാര്യങ്ങൾ സംസാരിച്ചോളൂ. അതല്ലെങ്കിൽ കുട്ടി കേൾക്കാത്ത രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്തോളൂ. കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കാരണവശാലും അധ്യാപകനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഞാനിത് വേറെ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു അധ്യാപകനെ നമ്മളൊരു അനുഭവം ഉണ്ടായപ്പോൾ അധ്യാപകൻ വളരെ വിഷമത്തോടെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇത്തരത്തിൽ കുട്ടികളെ മുന്നിൽ അല്ലെങ്കിൽ കുട്ടികളെ ഇടയിൽ വെച്ച് ഡിസ്കസ് ചെയ്തിട്ട് അധ്യാപകരെ മോശക്കാരാക്കുന്ന രീതി, അധ്യാപകരെ എന്നല്ല ഒരാളെക്കുറിച്ചും കുട്ടികളെ മുന്നിൽ വെച്ച് മോശമായിട്ട് സംസാരിക്കരുത്. കാരണം എന്താ, ഈ കുട്ടി മാതൃകയാക്കുന്നത്, കുട്ടി കണ്ടു പഠിക്കുന്നത് നമ്മളാണ്, രക്ഷിതാവിനെയാണ്. കുട്ടിയുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ രക്ഷിതാവാണ്. 10 വയസ്സ് വരെ ഈ കുട്ടി രക്ഷിതാവിൽ നിന്നാണ് പഠിക്കുന്നത്. മിനിമം 7 വയസ്സ് വരെയെങ്കിലും നമുക്കറിയാം കുട്ടി മറ്റൊന്നും ആരെയും ഫോളോ ചെയ്യില്ല, ഫുള്ള് രക്ഷിതാവിനെയാണ് ഫോളോ ചെയ്യുക. 7 വയസ്സിന് ശേഷമാണ് പിന്നെ കുട്ടിയുടെ കൂട്ടുകാരിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുക. 10 വയസ്സിന് ശേഷമാണ് കുട്ടി പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ അതുവരെ ഈ 7 വയസ്സ് വരെ കുട്ടിയുടെ ഹൃദയത്തിൽ എഴുതപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് രക്ഷിതാവിൽ നിന്ന് കിട്ടുന്നതാണ്. ആ രക്ഷിതാവ് മോശമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളും മോശമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും രക്ഷിതാവ് ഒരു വാഗ്ദാനം കൊടുത്തിട്ട് പാലിക്കാത്തൊരവസ്ഥയും ഇതൊക്കെ കുട്ടിയിൽ ആ രക്ഷിതാവിനോടുള്ള മതിപ്പ് കുറക്കും. മാത്രമല്ല, രക്ഷിതാവ് എന്തിനെക്കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ചിന്ത കുട്ടിയിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കുട്ടികളിൽ ഇടപഴകാൻ. പിന്നെ ഈ കുട്ടി ഭാവിയിൽ ടീച്ചേഴ്സിനോടും പുറത്തുള്ള ആളുകളോടും മോശമായി പെരുമാറി എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താ, നമ്മളടുത്തുനിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കുട്ടിക്ക് വേണ്ട ബാലപാഠങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കുട്ടി നന്നായിട്ട് അനാവശ്യം പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ കുട്ടിയോട് രക്ഷിതാവ് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് മക്കളെ നമ്മൾ നന്നായിട്ട് വളർത്തണം. അതിന് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി നമ്മൾ ചെയ്യന്നെ വേണം എന്നുള്ളതാണ് പറയാനുള്ളത്.